വെൽക്കം സ്റ്റുഡൻസ്. നമ്മൾ വകുപ്പിൽ CPP-യിലെ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് നോക്കുകയാണ്. നമുക്ക് എത്ര ഇൻഹെറിറ്റൻസ് ഉണ്ട്? ടോട്ടൽ 5 ഇൻഹെറിറ്റൻസ് ഉണ്ട്. സിംഗിള്, മൾട്ടിപ്പിള്, ഹൈറാർക്കിക്കൽ, ദെൻ മൾട്ടി ലെവൽ, ലാസ്റ്റ് വൺ ഏതാ? ഹൈബ്രിഡ് അല്ലെങ്കിൽ വെർച്വൽ ഇൻഹെറിറ്റൻസ്. ഇങ്ങനെ 5 ഇൻഹെറിറ്റൻസുകളാണ് നമുക്കുള്ളത്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒന്നും കൂടി ജസ്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടി പറയുന്നു. ജസ്റ്റ് നമ്മൾ ഒരു ക്ലാസ് നമുക്കിപ്പോൾ ഒരു ഫയലിൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൽ ഒരുപാട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ തന്നെ മറ്റേ ക്ലാസ്സിലേക്കും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ക്ലാസ്സിനെ പുതുതായിട്ട് വേറെ ക്ലാസ് ഉണ്ടാക്കുമ്പോൾ ആ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ മുമ്പുണ്ടാക്കി ഉപയോഗിച്ചിട്ടുള്ളൊരു ക്ലാസ്സിലെ ഡാറ്റ അല്ലെങ്കിൽ അതിൻ്റെ അസെറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയും. അതിലുണ്ടായിരിക്കുന്ന വേരിയബിൾ അല്ലെങ്കിൽ അതിലത്തെ ഫങ്ഷൻസ് അതൊക്കെ വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇൻഹെറിറ്റൻസ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ കോഡ് രണ്ടാം വട്ടം എഴുതണ്ട. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലാസ് എ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട്. നമ്മളത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കോഡ് ചെയ്ത് ചെല്ലുമ്പോൾ ബി എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ടാക്കുക. അപ്പോൾ ബി എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്തുള്ള എഴുതി വെച്ചിട്ടുള്ള കുറേ കോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. കുറേ ഫംഗ്ഷൻസും വേരിയബിൾസൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ രീതിയിൽ നമ്മൾ നോർമൽ പ്രൊജക്റ്റാണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് പകരം പക്ഷേ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിലാകുമ്പോൾ ക്ലാസ് ഒബ്ജക്റ്റ് ഒക്കെ വരുമ്പോൾ എന്താ ഗുണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബിക്കകത്ത് റിപ്പീറ്റ് ചെയ്ത് ഏതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും പിന്നെ എഴുതേണ്ട. ആ സാധനങ്ങൾ ആവശ്യമെങ്കിൽ പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ ടെക്നോളജി ഉപയോഗിക്കാം. അതിൻ്റെ ഉദ്ദേശം എന്താ? എൻ്റെ കാര്യങ്ങളൊക്കെ എന്തിലേക്ക് കിട്ടും? ബിയിലേക്ക് സന്നിവേശിപ്പിക്കും, ബിയിലേക്ക് കിട്ടും. ആ ഒരു സാങ്കേതികമായിട്ടുള്ള അങ്ങനെ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ഇൻഹെറിറ്റൻസ്. അത് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ മൊത്തത്തിലുള്ളൊരു ഗുണമാണ്. അതിപ്പോൾ നമ്മൾ ഇവിടെ C++ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജാണ് പഠിക്കണം. അങ്ങനത്തെ പല ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ജാവ, അങ്ങനെ പോകും. അപ്പോൾ എല്ലാത്തിലും ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ ഇൻഹെറിറ്റൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ കോമൺ പ്രോപ്പർട്ടികളിലൊന്നാണ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇൻഹെറിറ്റൻസിങ് ഓരോന്നും എങ്ങനെ ചെയ്യാം, അതിൻ്റെ കോഡൊക്കെ എങ്ങനെ എഴുതണം, എക്സാമ്പിൾ കോഡ്സൊക്കെ വെച്ച് നമുക്ക് ഓരോന്നായിട്ട് തുടർന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഈ സിംഗിൾ ഇൻഹെറിറ്റൻസ്. ആദ്യം നമുക്ക് ഈ ചിത്രം വെച്ച് പഠിക്കാം. ടെക്സ്റ്റ് എഴുതി വെച്ചത് നിങ്ങൾ പിന്നെ വായിച്ചാൽ ആദ്യം ചിത്രത്തിലേക്ക് നോക്കുക. ഇതിൽ 2 പെട്ടികൾ കണ്ടു, ക്ലാസ് എയും ക്ലാസ് ബിയും. അത് 2 ക്ലാസ്സുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ബേസ് ക്ലാസ് എന്ന് പറയും. രണ്ടാമത്തെ ക്ലാസ് താഴെ കിടക്കുന്ന ക്ലാസ്സിന് പറഞ്ഞ പേരാണ്, അല്ലെങ്കിൽ ക്ലാസ് ബിക്ക് പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ക്ലാസ്. എന്തുകൊണ്ടാണ് ബേസ് ക്ലാസ് എന്നും മുകളിൽ കിടക്കുന്നതിനെ ബേസ് ക്ലാസ് എന്നും താഴത്തേതിനെ ഡിറൈവ്ഡ് ക്ലാസ് എന്നും പറയാൻ കാരണം? ഈ താഴത്തെ ക്ലാസ് ബി എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും അവസാനം ഉണ്ടാക്കിയ ക്ലാസ്. പക്ഷേ ആ ക്ലാസ് ബി എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ ഉള്ളിലത്തെ കുറേ സാധനങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്. ബിയിൽ പിന്നെ എഴുതാതെ എക്കകത്തുള്ള സാധനം ബീൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെന്നാണോ നമ്മൾ എടുത്തു വരുന്നത് ആ എടുക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ബേസ് ക്ലാസ് എന്ന് പറയുന്നത്. ഏതിലേക്കാണോ നമ്മൾ കൊണ്ടുവരുന്നത് ആ കൊണ്ടുവരുന്ന സ്ഥലത്തിനെയാണ് ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്. പേരിൽ തന്നെ ഡിറൈവ്ഡ്, ഉരുത്തിരിഞ്ഞത്, ഒന്നിൽ നിന്നും വേറൊന്നും ഉണ്ടായത് എന്നൊക്കെയാണ് അർത്ഥം ഡിറൈവ്ഡ് എന്നുള്ളത്. ബേസ് എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ ഉദ്ദേശിക്കാം. അപ്പോൾ ബേസ് ക്ലാസ് എന്ന് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സായ ക്ലാസ് ബിയിലേക്ക് ഡിറൈവ് ചെയ്ത് ക്ലാസ് ബിനെ ഡിറൈവ് ക്ലാസ് എന്ന് പറയും. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ബിയിൽ യൂസ് ചെയ്യുന്നുണ്ടാണെന്ന് അർത്ഥം. സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ലെവലേ ഉണ്ടാവുള്ളൂ. അതായത് ഒരു ബേസ് ക്ലാസ്സും ഒരു ഡിറൈവ്ഡ് ക്ലാസ്സും മാത്രമുള്ള സംവിധാനം, അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ഇൻഹെറിറ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. മറ്റേ ഇൻഹെറിറ്റൻസ് കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് സിംഗിൾ എന്നൊക്കെ വിളിക്കുന്നത്. കാരണം എന്താ? ഇവിടെ ഒരൊറ്റ ബേസ് ക്ലാസ്സും ഒരു ഡിറൈവ്ഡ് ക്ലാസ്സും മാത്രമുള്ള സംവിധാനമാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ 2 ക്ലാസ്സുകൾ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ എക്സാമ്പിൾ നോക്കാം. ഇങ്ങനെ നമ്മൾ ഇൻഹെറിറ്റൻസ് പ്രാവർത്തികമാക്കണം എന്നുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഇതിൽ ആഷ് ഇൻക്ലൂഡ് ജിയോ സ്ട്രീം ആക്കുക നിങ്ങൾക്ക് അറിയാം. യൂസിങ് നെയിം സ്പേസ് STD അറിയാം. ഫസ്റ്റ് ഒരു ക്ലാസ് നമ്മളുണ്ടാക്കി, ക്ലാസ് ഷേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ടാക്കുകയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 വേരിയബിൾ ഉണ്ടാക്കിയിരിക്കുന്നു പ്രൊട്ടക്റ്റഡ് ആയത് പബ്ലിക് എന്തായിക്കോട്ടെ, ഏത് വേണമെങ്കിൽ നമുക്ക് അറിയാലോ. പ്രൊട്ടക്റ്റഡും പ്രൈവറ്റും പബ്ലിക്കൊക്കെ എന്താണെന്ന് അറിയാലോ. ഓരോ കാണിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു പ്രൈവസി സെറ്റിങ്സ് ആണ്, ആക്സസ് സ്പെസിഫയേഴ്സ്. ഓർമ്മ ഉണ്ട് വിചാരിക്കണം, അല്ലെങ്കിൽ മറ്റേ വീഡിയോസൊക്കെ കാണാൻ എടുത്തിട്ട്. ഓക്കെ, എനിവേ നോക്കുക. ഈ ഹൈറ്റും വിഡ്ത്തും 2 വേരിയബിൾ, ഇൻറ്റ് ഹൈറ്റും ഇൻറ്റ് വിഡ്ത്തും 2 വേരിയബിൾ അതിനുണ്ടാക്കി. ക്ലാസ് ഷേപ്പിനുള്ളിൽ 2 വേരിയബിളാണ് ഹൈറ്റും വിഡ്ത്തും. പിന്നെന്താ? ക്ലാസ് ഷേപ്പിനകത്ത് തന്നെയുള്ള ഒരു ഫംഗ്ഷനാണ് വോയിഡ് സെറ്റ് വിഡ്ത്ത് ബ്രാക്കറ്റിനുള്ളിൽ ഇൻറ്റ് W. അപ്പോൾ സെറ്റ് വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ അതിനകത്തുണ്ട്. ആ ഫംഗ്ഷൻ എന്താ ചെയ്യണമെന്ന് നോക്കാം.
വിഡ്ത്ത് ഈക്വൽ ടു ഡബ്ല്യു സെമിക്കോളൻ. വിഡ്ത്ത് എന്ന് പറയുന്ന വേരിയബിളിക്ക് ഡബ്ല്യു സേവ് ചെയ്യുന്നു, സെമിക്കോളൻ ഇട്ടു, ക്ലോസ് ചെയ്തു, ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. അത് അതിൽ തീർന്നില്ല, രണ്ടാമത് വേറൊരു ഫംഗ്ഷൻ കൂടി അതിനകത്തുണ്ട്. ആ ഫംഗ്ഷൻ്റെ പേരാണ് സെറ്റ് ഹൈറ്റ്. ബ്രാക്കറ്റിൽ പാരാമീറ്ററായിട്ട് എച്ച് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആ ഫംഗ്ഷനകത്തോട്ട് വിടുന്നുണ്ട്. ഇൻറ്റ് എച്ച് പാരാമീറ്ററായിട്ട് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലേക്കൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ ഫംഗ്ഷൻ കോളിൻ്റെ സമയത്ത്, അല്ലേ, ഓർമ്മല്ലേ? അപ്പോൾ വോയിഡ് സെറ്റ് ഹൈറ്റ് ഇൻറ്റ് ബ്രാക്കറ്റിനകത്ത് പാരാമീറ്ററായിട്ട് നമ്മൾ എന്ത് കൊടുത്തു, ഇൻറ്റ് എച്ച് കൊടുത്തു. എന്നിട്ട് ആ ഫംഗ്ഷനുള്ളിൽ എന്താ, ഹൈറ്റ് എന്ന് പറയുന്ന വേരിയബിൾ, നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ ഹൈറ്റ് എന്ന് പറയുന്ന ക്ലാസ് ഷേപ്പ് തുടങ്ങിയപ്പോൾ ഉണ്ടാക്കിയ ഹൈറ്റ് എന്ന വേരിയബിളിക്ക് എന്ത് സേവ് ചെയ്തു, എച്ചിൻ്റെ ഉള്ളിൽ എന്താണോ വാല്യൂ വരുന്നത്, വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഭാവിയിൽ വരുന്നത്, ആ വാല്യൂ സേവ് ചെയ്യുന്നു. സെമിക്കോളൻ ഇട്ടു, ഫംഗ്ഷൻ സെറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, നമ്മുടെ ക്ലാസ് ക്ലോസ് ചെയ്യുന്നു, സെമിക്കോളൻ ഇടണു. ശ്രദ്ധിക്കണം, ക്ലാസ് എല്ലാം കൊണ്ടും അവസാനമായി ക്ലോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈനൽ കർലി ബ്രാക്കറ്റ് എടുത്ത് സെമിക്കോളൻ. ക്ലാസിൻ്റെ പ്രത്യേകത സെമിക്കോളൻ ഇടണം, മറക്കരുത്. ഓക്കെ, ദെൻ അടുത്തൊരു ക്ലാസ് നമ്മൾ തുടങ്ങുകയാണ്. ഇതാണ്, ഇവിടെയാണ് കേട്ടോ ഈ ഇൻഹെറിറ്റൻസിൻ്റെ വർക്ക് നടക്കുന്നത്. ശ്രദ്ധിക്കുക, ക്ലാസ് റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ക്ലാസ്സാണ് നമ്മളുടെ എന്ത് ക്ലാസ്, താഴെ കിടക്കുന്ന ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്. കാരണം നോക്കുക, ക്ലാസ് റെക്റ്റാങ്കിൾ കോളൻ പബ്ലിക് ഷേപ്പ്. ഇതിവിടെ എന്താ സംഭവിച്ചത്, ഇങ്ങനെ ഒരു ലൈൻ ഓഫ് കോഡ് എഴുതുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിന് ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മുകളിലത്തെ ക്ലാസ്സിലത്തെ കാര്യങ്ങൾ, പബ്ലിക്കായിട്ടുള്ള കാര്യങ്ങൾ വേണം. ദാറ്റ് മീൻസ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ബേസ് ക്ലാസ്സും രണ്ടാമത് കോളന് ശേഷം എഴുതുന്ന ക്ലാസ്സാണ് എന്ത് ക്ലാസ്, ബേസ് ക്ലാസ്. തെറ്റിപ്പോയി. റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സും ആൻഡ് ഷേപ്പ് എന്ന് പറയുന്നത് ബേസ് ക്ലാസ്സും. അതായത് ഡിറൈവ്ഡ് ക്ലാസ്സാണ് നമ്മൾ ആ ഇൻഹെറിറ്റൻസ്, സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതുന്നത്. ക്ലാസ് സ്പേസ് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ പേര് എന്താണ്, ഇവിടെ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ പേര് റെക്റ്റാങ്കിൾ കോളം. പബ്ലിക്കായിട്ട് എന്ത് വേണം, ഷേപ്പിനകത്തുള്ള കാര്യങ്ങൾ വേണം. അതായത് ഷേപ്പിനകത്ത്, ഷേപ്പ് എന്ന് പറയുന്ന ക്ലാസ്സിലെ ബേസ് ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും ആക്സസ് വേണം. ദാറ്റ് മീൻസ് പബ്ലിക് സ്പേസ് ആ ഏതാണോ ബേസ് ക്ലാസ് അതിൻ്റെ പേര്, ബേസ് ക്ലാസ്സിൻ്റെ പേര് ഷേപ്പ് ഇട്ടു, കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നു. നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇനി ഇവിടെ എന്താ ഉണ്ടാകുമെന്ന് നോക്കാം. പബ്ലിക് ഇൻറ്റ് ഗെറ്റ് ഏരിയ. ഈ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ ക്ലാസ്സിനകത്ത് നമ്മളൊരു ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തിരിക്കുന്നു. ആ ഫംഗ്ഷൻ്റെ പേരാണ് ഗെറ്റ് ഏരിയ. ആ ഫംഗ്ഷനുള്ള എന്താ ചെയ്യുന്ന നോക്കാം. റിട്ടേൺ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ, വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഈ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിനകത്ത് ഞാൻ വിഡ്ത്ത് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വല്ല വേരിയബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടില്ലല്ലോ, ഇല്ല. പിന്നെ ഈ വിഡ്ത്ത് ഹൈറ്റ് ഇപ്പോൾ എവിടുന്നാണ് വന്നത്? സാധാരണ രീതിയിൽ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാതെ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഒരു ഇൻറ്റ് എ എന്നൊന്നും കൊടുക്കാതെ നമ്മൾ വെറുതെ എ എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയും, എറർ കാണിക്കും. ഇങ്ങനൊരു വേരിയബിളിൽ അൺനോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും. ഇങ്ങനത്തെ ഡിക്ലെയർ ചെയ്തിട്ടില്ല, സിൻറ്റാക്സ് എറർ വരും. പക്ഷേ ഇവിടെ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സിൻറ്റാക്സ് എററിൽ എന്താ കാരണം, എന്താ, ഈ വിഡ്ത്തും ഹൈറ്റും എവിടെ കിടക്കുന്ന വേരിയബിൾസാ, ആദ്യത്തെ ഷേപ്പ് എന്ന് പറയുന്ന നമ്മളുടെ ക്ലാസ്സിൽ കിടക്കുന്ന വേരിയബിൾസാണ്. നിങ്ങൾ നോക്ക്, മുകളിൽ ഇൻറ്റ് ഹൈറ്റ് വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷേപ്പിനകത്ത് ചെയ്തിട്ടുണ്ട്. ആ ഒരു വേരിയബിളാണ് രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നത്. നോക്ക്, അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഈ രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ ഗുണം, രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഇത് വേറെ എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ, വിഡ്ത്ത് ഹൈറ്റൊക്കെ ഡിക്ലെയർ ചെയ്യണ്ടോ? വേണ്ട, നമ്മളെ കോഡിങ് അത്രയും ഷോർട്ടായി, നമുക്ക് അത്രയും കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറച്ചും കൂടി എളുപ്പമായി റീയൂസ് വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഈ വിഡ്ത്തും ഹൈറ്റും ഇവിടെ കിട്ടുന്നു. മുകളിലത്തെ ഷേപ്പ് എന്ന് പേരുള്ള ബേസ് ക്ലാസ്സിൻ്റെ വേരിയബിൾസ് ഇതാ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നു. ഡിറൈവ്ഡ് ക്ലാസ് റെക്റ്റാങ്കിൾ എന്ന ഡിറൈവ്ഡ് ക്ലാസ്സിൽ ഉപയോഗിച്ച് റിട്ടേൺ വിഡ്ത്തിൻ്റെ ഹൈറ്റ്. ഇനി എന്നിട്ട് ആ ക്ലാസ് നമ്മൾ സെമിക്കോളൻ ഇട്ടിട്ട് ക്ലോസ് ചെയ്യുന്നു. ഇൻറ്റ് മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുന്നു. നോക്കുക, നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ആ ഒബ്ജക്റ്റിൻ്റെ പേരാണ് റെക്റ്റ്. ഒരു ക്ലാസ്സിന് ഒബ്ജക്റ്റ് ഉണ്ടാക്കണം എങ്ങനെ, ക്ലാസ്സിൻ്റെ പേര് സ്പേസ് ഒബ്ജക്റ്റിൻ്റെ പേര് സെമിക്കോളൻ. ഇവിടെ ക്ലാസ്സിൻ്റെ പേരെന്താ, റെക്റ്റാങ്കിൾ സ്പേസ് ഒബ്ജക്റ്റിൻ്റെ പേരെന്താ, റെക്റ്റ് സെമിക്കോളൻ. അപ്പോൾ റെക്റ്റ് എന്ന പേരുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടാക്കി. എന്തിനാ ഈ ഒബ്ജക്റ്റ് ഉണ്ടാക്കണേ, ക്ലാസ്സിനടുത്ത കാര്യങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കേണ്ടേ, മെയിൻ ഫംഗ്ഷനിലിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിൻ്റെ സഹായം ആവശ്യമാണ്, ഒബ്ജക്റ്റിൻ്റെ സഹായം ആവശ്യമാണ്. നോക്കുക എന്താ ചെയ്യണം നോക്കുക. റെക്റ്റ് ഡോട്ട് സെറ്റ് വിഡ്ത്ത് ബ്രാക്കറ്റിനകത്ത് 5 എന്നുള്ള വാല്യൂ പാസ് ചെയ്തു. സെറ്റ് വിഡ്ത്ത് ആരുടെ ഫംഗ്ഷനാ, ഷേപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അല്ലേ. ഷേപ്പ് എന്ന് പറഞ്ഞാൽ
നമുക്ക് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിനകത്തുള്ളൊരു ഫംഗ്ഷനല്ലേ സെറ്റ് എടുത്ത് ഓക്കെ സെറ്റ് എടുത്ത് പറഞ്ഞിട്ട് 5 എന്നുള്ള വാല്യൂ പാസ് ചെയ്ത് കൊണ്ടോ വാല്യൂ പാസ് ചെയ്യാനുള്ള സാധനം ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ട് ഇൻറ്റ് ഡബ്ല്യൂ. അപ്പോൾ ഇവിടെ ആ ഡബ്ല്യൂ എന്നുള്ളടത്ത് എന്ത് പോവും 5 പോവും. ഡബ്ല്യൂ ഉള്ളടത്ത് 5 പോയി കഴിഞ്ഞാൽ എന്താ നടക്കുന്നത് വിഡ്ത്ത് ഈക്വൽ ടു ഡബ്ല്യൂ ആണ് സെമിക്കോളൻ. അപ്പോൾ ഡബ്ല്യൂത്തെ വാല്യൂ ഇപ്പോൾ 5 അതിൽ വരിക കോൾ ചെയ്യുമ്പോൾ 5 പാസ് ചെയ്യുമ്പോൾ അപ്പോൾ വിഡ്ത്തിലേക്ക് എന്ത് സേവ് ചെയ്യും 5 സേവ് ചെയ്യും. അതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ ഫംഗ്ഷൻ കോളിങ്ങിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ എടുത്ത് കാണുമല്ലെങ്കിൽ. റെക്റ്റ് ഡോട്ട് അടുത്ത ഫംഗ്ഷൻ വിളിച്ചു സെറ്റ് ഹൈറ്റ് എന്നിട്ടിട്ട് വിളിക്കാൻ മാത്രമല്ല ഹൈറ്റ് വിളിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ 7 എന്നുള്ള വാല്യൂ പാസ് ചെയ്തു സെമിക്കോളൻ ഇട്ടോ. അപ്പോൾ ഹൈറ്റ് എന്നുള്ള വേരിയബിളിനകത്തോട്ട് 7 സേവ് ആവും. എന്നിട്ട് എന്താ സി ഔട്ട് ഏരിയ ഡബിൾ കോട്ടിനുള്ള ഏരിയ ഈക്വൽ ടു എന്താ റെക്റ്റ് ഡോട്ട് ഗെറ്റ് ഏരിയ. ഈ ഗെറ്റ് ഏരിയ പക്ഷേ ആരുടെ ഫംഗ്ഷനാണ്? ഗെറ്റ് ഏരിയ നമ്മളുടെ ഡിറൈവ്ഡ് ക്ലാസ്സായ റെക്റ്റാങ്കിളിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ അതായത് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഫംഗ്ഷനാണ് ഗെറ്റ് ഏരിയ കോൾ ചെയ്തോ. ഗെറ്റ് ഏരിയ കോൾ ചെയ്യുമ്പോൾ റിട്ടേൺ വിഡ്ത്തിൻ്റെ ഹൈറ്റ്. ഇപ്പോൾ വിഡ്ത്തും ഹൈറ്റും സെറ്റായി ഉണ്ടാവും. ഇപ്പോൾ വിഡ്ത്തും ഹൈറ്റും ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ് വിളിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗെറ്റ് ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് എന്നിട്ട് റിട്ടേൺ 0. ഔട്ട്പുട്ട് എന്ത് കിട്ടും? ഏരിയ ഈക്വൽ ടു 35. 5 × 7 35 വിഡ്ത്തിൻ്റെ ഹൈറ്റ് അല്ലേ. നിങ്ങൾ ആലോചിക്കണം, നമുക്ക് സാധാരണ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിന് ആ ക്ലാസ്സിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ? റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് റെക്റ്റ്. അതിന് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്? അതിന് ഷേപ്പ് എന്ന് പറയുന്ന ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ അത് ഉപയോഗിക്കണില്ലേ? നോക്കി നോക്ക്. സെറ്റ് വിഡ്ത്ത് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ളതാണോ? അല്ല, ഫസ്റ്റ് ക്ലാസ്സായ ബേസ് ക്ലാസ്സായ ഷേപ്പിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് എന്ത് സെറ്റ് വിഡ്ത്തും സെറ്റ് ഹൈറ്റും എന്ന് പറഞ്ഞ ഫംഗ്ഷൻസ്. ഈ 2 ഫംഗ്ഷൻസിൻ്റെ ഡോട്ടിട്ട് വിളിക്കുന്ന ആരാ വിളിക്കുന്നത്? ആ ഷേപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഒബ്ജക്റ്റ് ആണോ? അല്ല, വിളിക്കുന്ന ആരാ? രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ്. ഏത്? റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് കോൾ ചെയ്യുന്നത്. അപ്പം തന്നെ എന്ത് സുഖമാണെന്ന് ആലോചിച്ചേക്ക്. വേറൊരു ക്ലാസ്സിൽ കിടക്കുന്ന സാധനം രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കോൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ, യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു നമ്മൾ കോഡിങ് ഫ്ലെക്സിബിലിറ്റി കൂടുതലല്ലേ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാര്യങ്ങളും റിസോഴ്സും അതുപോലെ അസറ്റ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല വേറെ ക്ലാസ്സിലൊക്കെ കിടക്കുന്നത്. ഇത് ഫസ്റ്റ് കൈൻഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. ഇതിനെ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നു. അതിൻ്റെ താഴത്തിൻ്റെ വേറൊരു എക്സാമ്പിൾ ഉണ്ട്, നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. ഇവിടെ നേരത്തെ നിങ്ങൾ പഠിച്ചത് എന്താ? ഒരു ബേസ് ക്ലാസ്സും ഒരു ഡിറൈവ്ഡ് ക്ലാസ്സും 2 കട്ടകൾ മാത്രം അല്ലേ. ഇതിവിടെ അങ്ങനെയല്ല. ഇവിടെ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബേസ് ക്ലാസ് എന്നുള്ള സാധനങ്ങൾ മാത്രമല്ല ഈ താഴത്ത് കിടക്കുന്ന ലാസ്റ്റ് വരുന്ന രണ്ടാമത്തെ ക്ലാസ് എടുക്കുന്നത്. പകരം ആരൊക്കെ എടുക്കുന്നുണ്ട്? ഒന്നിൽ കൂടുതൽ ബേസ് ക്ലാസ്സിന് എത്ര ബേസ് ക്ലാസ് എന്ന് വേണമെന്നെങ്കിലും ഡാറ്റയൊക്കെ എടുത്ത് ലാസ്റ്റ് ഫൈനലായിട്ട് നമുക്കൊരു ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാക്കാൻ പറ്റും. പല ക്ലാസ്സിൻ്റെ സാധനങ്ങൾ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാക്കാം. അപ്പോൾ എന്താ? എ സിംഗിൾ ഡിറൈവ്ഡ് ക്ലാസ് മേ ഇൻഹെറിറ്റ് ഫ്രം 2 or more ബേസ് ക്ലാസ്സസ്. ഒരു സിംഗിൾ ഡിറൈവ്ഡ് ക്ലാസ്സിനെ പല ബേസ് ക്ലാസ്സിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യുന്നു. എ ഡിറൈവ്ഡ് ക്ലാസ് വിത്ത് സെവറൽ ബേസ് ക്ലാസ്. ഒരു ഡിറൈവ്ഡ് ക്ലാസ്സേ ഉണ്ടാവുള്ളൂ കേട്ടോ, പക്ഷേ ബേസ് ക്ലാസ് ഒത്തിരി ഉണ്ടാവും. വ്യത്യാസം എന്താണ്? മറ്റോടത്ത് അതല്ല, ഒരു ഡിറൈവ്ഡ് ക്ലാസ്സും ഒരു ബേസ് ക്ലാസ് ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഒക്കെ തന്നെയാണ്, പക്ഷേ ഒരുപാട് ബേസ് ക്ലാസ്സസ് ഉണ്ടാവാം. അതിനെ നമ്മൾ പറയുന്നവരാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അപ്പോൾ അതിൻ്റെ ഒരു കോഡ് എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതിൻ്റെ സിൻറ്റാക്സ് നിങ്ങൾ പഠിക്കണം. മറ്റോടത്ത് എങ്ങനെ ക്ലാസ് സ്പേസ് ബേസ് ക്ലാസ് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ പേര് കോളൻ പബ്ലിക്കായിട്ടാണെങ്കിൽ പബ്ലിക്ക് സ്പേസ് ബേസ് ക്ലാസ്സിൻ്റെ പേര്. അത് ഓർമ്മക്കണം, ആ കോഡ് നോക്കി പഠിക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു രീതി എങ്ങനെയാണ് ആ ഡിറൈവ് സിംഗിൾ ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ള അത് ആ കോഡിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് മറക്കരുത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കാം. ഇവിടെ IO സ്ട്രീമൊക്കെ ഉണ്ട്, യൂസിങ് നെയിം സ്പേസ് STD കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൻ്റെ പേര് എഴുതുന്നു ക്ലാസ് സ്റ്റുഡൻറ്റ്. ഇതെന്തായിരിക്കും? സ്വാഭാവികമായിട്ട് ആദ്യം എഴുതുന്നതാണ് സ്വാഭാവികമായിട്ടും ബേസ് ക്ലാസ്സുകളിൽ 1. മൾട്ടിപ്പിളാണ് നമ്മൾ പറയുന്നത്. ഒരുപാട് ബേസ് ക്ലാസ് ഉണ്ടാവും, ഒരു ബേസ് ക്ലാസ് അല്ല ഉണ്ടാവുക. അപ്പോൾ ഇത് ക്ലാസ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേസ് ക്ലാസ്സിൽ ഒന്നാമത്തെ ബേസ് ക്ലാസ്. അതിലെന്തൊക്കെ എഴുതിയിരിക്കുന്നു നോക്കാം. ഇൻ്റെ R നമ്പർ, റോൾ നമ്പർ, M1 മാർക്ക് 1, M2 3 വേരിയബിൾ ഇൻറ്റിജർ വേരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു? വോയിഡ് ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് എഴുതി. എന്താണ് ഗെറ്റ് ഡാറ്റ ചെയ്യുന്നത് നോക്കാം. സി ഔട്ട് എൻ്റർ ദ റോൾ നമ്പർ, മാർക്ക് 1, മാർക്ക് 2 ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുന്നു സെമിക്കോളൻ. അതായത് റോൾ നമ്പർ മാർക്ക് 1 മാർക്ക് 2 എഴുതാൻ പറയുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? സിന് R നമ്പർ RNO പിന്നെ M1 M2 ഒന്നിച്ചങ്ങോട്ട് കയറ്റി ചെയ്യുന്ന സീനിൽ. അപ്പോൾ എന്താ R നമ്പർ അതുപോലെ M1 M2 എന്ന് പറഞ്ഞ 3 വേരിയബിളിക്ക് വാല്യൂസ് കയറ്റുന്നു. അതാണ് ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഫംഗ്ഷൻ ക്ലോസ് ആക്കുന്നു, ക്ലാസ് ക്ലോസ് ആക്കുന്നു, സെമിക്കോളൻ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ക്ലോസ് ചെയ്യുന്നു. നെക്സ്റ്റ് രണ്ടാമത്തെ ക്ലാസ് നോക്കൂ, ക്ലാസ് സ്പോർട്സ്.
അതും എന്തായിരിക്കണം, നമ്മൾ മൾട്ടിപ്പിളാണ് പഠിക്കുന്നത്, അതായത് ഒന്നിൽ കൂടുതൽ ബേസ് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഇതും എന്താണ്, ബേസ് ക്ലാസ് തന്നെയാണ്, സാധാരണ നോർമൽ ബേസ് ക്ലാസ് തന്നെ. കാരണം എന്താ മനസ്സിലാവാൻ കാരണം, ക്ലാസ് സ്റ്റുഡൻറ്റ് കിട്ടു, ക്ലാസ് ഇവിടെ ഇൻഹെറിറ്റൻസിൻ്റെ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല, രണ്ടാമതൊരു ക്ലാസ് നോർമലായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തു. സോ ഇറ്റ് ഷുഡ് ബി എ ബേസ് ക്ലാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസ് ക്ലാസ് എന്നത് നമുക്ക് മനസ്സിലായി. ആ സ്പോർട്സിനകത്തോട്ട് കയറാം, ക്ലാസ് എന്ന് പറഞ്ഞതിനകത്തോട്ട് കയറാം. അതിനകത്ത് എന്താ ഇൻഡ് എസ് എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് പബ്ലിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, വോയിഡ് ഗെറ്റ് എസ് എം എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ഗെറ്റ് എസ് എം ചെയ്യണം നോക്കാം. ആ ഫംഗ്ഷനകത്തോട്ട് പോകുമ്പോൾ എന്താ ചെയ്യുന്നത്, സി ഔട്ട് എൻ്റർ ദ സ്പോർട്സ് മാർക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു കമാൻഡ് എഴുതി. ദെൻ സി ഇൻ എസ് എമ്മിനകത്തോട്ട് ആ വാല്യൂ എത്ര മാർക്ക്, സ്പോർട്സിന് കിട്ടിയ മാർക്ക് എത്ര വെച്ചാൽ അത് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു. ഫംഗ്ഷൻ വോയിഡ് ഗെറ്റ് എസ് എം ക്ലോസ് ചെയ്യുന്നു, ക്ലാസ് ക്ലോസ് ചെയ്യുന്നു, സെമിക്കോളനും. അപ്പോൾ 2 ബേസ് ക്ലാസ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, അതിൽ ഏതൊക്കെ വേരിയബിളാണ് വരുന്നത്, ഏതൊക്കെ ഫംഗ്ഷൻസാണ് വരുന്നത് മനസ്സിലാക്കി. ഓക്കെ, അവിടെ കട്ടെ. ഇനി നമുക്കിതെങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. ആ ലൈനാണ് ഇനി പറയാൻ പോകുന്നത്, വെരി ഇമ്പോർട്ടൻറ്റ് ലൈൻ. നിങ്ങൾ എന്തായാലും ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കണം, ബാക്കിയെല്ലാം മനസ്സിലാക്കണം, ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. നമ്മളാണെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് എഴുതാൻ പോവുകയാണ്. ഈ ഡിറൈവ്ഡ് ക്ലാസ് ഏതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ക്ലാസ് സ്റ്റുഡൻറ്റും ക്ലാസ് സ്പോർട്സും എന്നു പേരുള്ള 2 ക്ലാസ്സത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ 2 ബേസ് ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ആരുപയോഗിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ എഴുതാൻ പോണ ഡിറൈവ്ഡ് ക്ലാസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ പേരെന്ത് നോക്കാം, ക്ലാസ് സ്പേസ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ പേരെന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് കോളൻ പബ്ലിക് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനെടുത്തു, കോമ ആ ഒരു ക്ലാസ്സിനെ മാത്രമാണ് എടുക്കുന്നത്, അല്ല ഒന്നിൽ കൂടുതൽ ബേസ് ക്ലാസ്സിന് എടുക്കുന്നതുകൊണ്ടാണ് നമ്മളിതിനെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ക്ലാസ്സും കൂടി എടുക്കണം, ഒരു ബേസ് ക്ലാസ്സും കൂടി എടുക്കണം. ഇവിടെ ഏതാ വേറെ ക്ലാസ് ഉള്ളത്, സ്പോർട്സ്, പബ്ലിക് സ്പോർട്സ്. അപ്പോൾ നോക്കുക, 2 ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ആരെടുത്തു, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞുള്ള ക്ലാസ് എടുത്തു. ക്ലാസ് സ്പേസ് സ്റ്റേറ്റ്മെൻറ്റ് കോളൻ പബ്ലിക് സ്റ്റുഡൻറ്റ് കോമ പബ്ലിക് സ്പോർട്സ്. ഇനി മൂന്നാമതൊരു ക്ലാസ്സും കൂടി ഉണ്ടെങ്കിൽ എങ്ങനെ എഴുതാം, ഒരു കോമയും കൂടി ഇട്ടിട്ട് പബ്ലിക് ക്ലാസ് സി മറ്റോ കൊടുക്കാം. മൂന്നാമത്തെ ക്ലാസ്സിന് ഞാൻ വെറുതെ സി എന്ന് പറഞ്ഞ പേരെടുത്തു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ എത്ര ക്ലാസ് ഉണ്ടോ അതിനൊക്കെ കോമട്ട് പബ്ലിക് ആയതെന്ന് വെച്ചാൽ അടുത്ത് ഉപയോഗിക്കാം. മനസ്സിലായോ? പക്ഷേ ഫസ്റ്റ് ഡിറൈവ്ഡ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഒരു സെമിക്കോളൻ ഇടണം. സെമിക്കോളൻ അല്ല, ഫുൾ കോളൻ ഇടണം. ഓക്കെ, കോളൻ ഇടണം. ഇപ്പോൾ നോക്കുക, എന്നിട്ട് ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ എഴുതി നോക്കുക, ഇൻറ്റ് ടോട്ട് കോമ എ വി ജി, 2 വേരിയബിൾ ഉണ്ടാക്കിയാണ്, ടോട്ടും എ വി ജിയും. എന്നിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയാണ് വോയിഡ് ഡിസ്പ്ലേ നമ്മൾ ഫംഗ്ഷൻ ഉണ്ടാക്കിയ ഫംഗ്ഷൻ എന്താ ചെയ്യണം നോക്കുക, ടോട്ട് ഈക്വൽ ടു M1 + M2 + SM. കണ്ടോ, ടോട്ട് എന്ന് പറഞ്ഞാൽ M1ഉം M2ഉം SM കൂടി സമ്മാകുന്നതാണ്. M1ഉം M2ഉം SM ഒക്കെ വേറെ ക്ലാസ്സിലുള്ള കാര്യങ്ങളല്ലേ. M1 M2 ഉള്ളത് സ്റ്റുഡൻറ്റിലും SM ഉള്ളത് സ്പോർട്സിലുമാണ്. അതൊക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ടോട്ടിക്ക് കയറ്റി AVG = tot/3 ആവറേജ് കണ്ടു. ടോട്ട് എടുത്തിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആവറേജ് കണ്ടു. ഇനി എന്ത് ചെയ്യുന്നു, സി ഔട്ട് റോൾ നമ്പർ ഈസ് ആർണം, സി ഔട്ട് ടോട്ടൽ മാർക്ക് ഈസ് ടോട്ട്, സി ഔട്ട് ആവറേജ് ഈസ് AVG. അപ്പോൾ 3ൻ്റെ ആവറേജിൻ്റെ ആ ഒരു സെക്ഷൻസും ഇതിൽ ചെയ്തു. ആ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, ക്ലാസ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ ടു മെയിൻ ഫംഗ്ഷൻ ഇൻറ്റ് മെയിൻ തുടങ്ങിയിട്ട് എന്താ ചെയ്യണം അറിയോ, നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ പേരെന്താ, സ്റ്റേറ്റ്മെൻറ്റ്. അതിനൊരു ഒബ്ജക്റ്റ് അങ്ങ് ഉണ്ടാക്കി. ആ ഒബ്ജക്റ്റിൻ്റെ പേരെന്താ, OBJ. എന്നിട്ട് എന്ത് ചെയ്തു, OBJ ജസ്റ്റ് ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫംഗ്ഷൻ വിളിച്ചു. ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞുള്ള ഫംഗ്ഷൻ വിളിച്ചു. അത് ആരുടെ ഫംഗ്ഷനാണ്, അത് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൻ്റെ ഫംഗ്ഷനാണ്. പിന്നെ അതുപോലെ ഏത് ഫംഗ്ഷൻ വിളിച്ചു, OBJ ഗെറ്റ് SM. അത് ആരുടെ ഫംഗ്ഷനാണ്, സ്പോർട്സ് എന്ന ഫംഗ്ഷൻ പറയുന്ന ക്ലാസ്സിൻ്റെ ഫംഗ്ഷനാണ്, ഗെറ്റ് SM വിളിച്ചു. പിന്നെ ഫൈനലായിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഫംഗ്ഷൻ വിളിച്ചു, OBJ.display. ഈ OBJ എന്ന് പറഞ്ഞാൽ ശരിക്കും ആരുടെ ഒബ്ജക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന മൂന്നാമത്തെയും അതായത് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ്. ആ ഒബ്ജക്റ്റാണ് വേറെ ക്ലാസ്സിൻ്റെ ഫംഗ്ഷൻസൊക്കെ വിളിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും, ലാസ്റ്റ് ഇങ്ങനെ അതായി കറുത്തതിൽ പറഞ്ഞാൽ എൻ്റെ റോൾ നമ്പർ മാർക്ക് 1 മാർക്ക് 2 അങ്ങനെയൊക്കെ വന്ന്, എൻ്റെ സ്പോർട്സ് മാർക്ക് 42, റോൾ നമ്പർ 1, ടോട്ടൽ മാർക്ക് ഈസ് 1 2 3, ആവറേജ് ഈസ് 41. അങ്ങനെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ?